അസ്സാം വലൈക്കും. എൻ്റെ മോള് ഇതുപോലെ ഇഴയാനും തനിയെ ഇരിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ കസരത്തുകളൊക്കെ കാണിക്കണേ. മക്കളൊക്കെ ഓരോ ദിവസം കഴിയുന്തോറും ഇങ്ങനെ ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയല്ലേ. മക്കളിങ്ങനെ വളർന്നുകൊണ്ടിരിക്കും തോറും മനസ്സിലത്തെ പേടി, വിഷമം, സന്തോഷം എല്ലാം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. എന്നുവെച്ചാൽ ഓരോ ദിവസവും നാട്ടിൽ നടക്കുന്ന സംഭവങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര വിഷമവും പേടിയൊക്കെയാണ്. ഇനി അടുത്ത നമ്മുടെ നെക്സ്റ്റ് ജനറേഷൻ എങ്ങോട്ടാന്നുള്ളൊരു ഒരു ആദ്യം എപ്പോഴും ഉണ്ട് മനസ്സിൽ. ശരിയാവും എല്ലാം ഇൻഷാ അല്ലാ. അപ്പോൾ നമ്മുടെ മീൻകറിക്ക് വേണ്ടിയിട്ട് ഒരു തേങ്ങ ചിരണ്ടിയതും കുറച്ചധികം കുഞ്ഞുള്ളി, ഒരു 1.5 ടേബിൾ സ്പൂൺ ഓഫ് നമ്മുടെ മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഒരു പച്ചമുളക്, ഇതെല്ലാം ഒരു നാരങ്ങ വലുപ്പത്തിന് പുളി പിഴിഞ്ഞ വെള്ളത്തിൽ നമ്മൾ എന്ത് ചെയ്യണം, അരച്ചെടുക്കണം. അരച്ചെടുത്തതിന് ശേഷം നമ്മൾ കറി ആക്കുന്ന ആ ഒരു പാനിൽ കുറച്ച് ഉലുവ പൊട്ടിച്ചെടുക്കണം. ഒരു 1/2 ടേബിൾ സ്പൂൺ ഓഫ് ഉലുവ പൊട്ടിച്ചെടുക്കണം. എന്നിട്ട് നമ്മുടെ അരപ്പില്ലേ അത് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കണം. കുറച്ച് അധികം വെള്ളവും കൂടി ആക്കി കൊടുക്കണേ. എന്നിട്ടൊരു 2 തക്കാളിയും ഒരു 4-5 പച്ചമുളകും കട്ട് ചെയ്തത് നമ്മൾ ഈ മിക്സറിലോട്ട് ഇട്ട് നല്ല രീതിയിൽ തിളപ്പിക്കണം. നല്ല തിളച്ച് വരുമ്പോൾ ഇതിനകത്ത് നമ്മുടെ മീൻ കഷ്ണങ്ങൾ ഇങ്ങനെ ഇട്ട് കൊടുക്കണം. നല്ല രീതിയിൽ തിള വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഇട്ട് കൊടുക്കാനുള്ളത്, അതിന് മുന്നേ ഇടണ്ട. അപ്പോൾ നല്ല രീതിയിൽ തിള വരുമ്പോൾ കൈ നല്ല രീതിയിൽ ശ്രദ്ധിക്കണം. കയ്യിൽ ഈ കുമ്പളകൾ പൊട്ടി കൈ പൊള്ളാനുള്ള സാധ്യതയുണ്ട്. എനിക്ക് 10-25 പ്രാവശ്യം കയ്യിൽ മൊത്തവും പാടാണ്. അപ്പോൾ എന്നിട്ട് മീൻ ഇട്ട് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ തിളച്ചിട്ട് അടച്ച് വയ്ക്കണം. അപ്പോൾ ഫ്ലേവറൊക്കെ അങ്ങ് ഇറങ്ങും. വേണമെങ്കിൽ കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് അടച്ച് വെച്ചോ. എന്നിട്ട് തുറന്ന് നോക്കുമ്പോഴത്തേനും നല്ല രീതിയിൽ കുക്കായിട്ടുണ്ടാകും. ഈ തിളച്ച് വരുന്ന ഈ ഒരു കറിയിലോട്ട് നമുക്ക് കാച്ചി ഒഴിച്ചു കൊടുക്കാം. ഒരു 3 കൊച്ചുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും ഒരു കുറച്ച് കറിവേപ്പിലയും മാത്രമേ ഞാൻ കാച്ചി ഒഴിക്കാനായിട്ട് എടുക്കുന്നുള്ളൂ. എന്നിട്ട് കാച്ചി ഒഴിച്ചതിന് ശേഷം നമുക്ക് കറി ഇങ്ങനെ അടച്ച് വെച്ചിരിക്കാം. അതൊരു 10-15 മിനിറ്റിന് ശേഷം തുറക്കുമ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറി കിട്ടും. പിന്നെ ക്യാബേജ് തോരനായിട്ട് ക്യാബേജ് ഒരു 1/2 ക്യാബേജ് കൊത്തി അരിഞ്ഞതാണ്, പിന്നെ ഇച്ചിരി സവോള, പിന്നെ 2 പച്ചമുളക്, ഒരു പിടി തേങ്ങ ചിരണ്ടിയത്, ഇച്ചിരി മഞ്ഞൾപ്പൊടി, ഒരു ഇച്ചിരി കുരുമുളക് പൊടി, ഇച്ചിരി ഉപ്പ്, ഇതെല്ലാം കൂടി നല്ല രീതിയിൽ കൈവച്ച് ഒരു ബോളിലാക്കിയിട്ട് നന്നായിട്ട് ഞെരടി മിക്സ് ചെയ്തെടുക്കണം. നമ്മുടെ കൈവച്ച് ഞെരടുമ്പോൾ എല്ലായിടത്തും മസാലകൾ എത്തുമല്ലോ. അപ്പോൾ എന്നിട്ട് നമ്മുടെ പാത്രത്തിലോട്ട് കടുകും കറിവേപ്പില മാത്രം ഒന്ന് പൊട്ടിച്ചെടുത്തതിന് ശേഷം നമ്മുടെ മിക്സർ അതിലോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് അതിൻ്റെ നടുക്കൊരു ചെറിയൊരു സ്പേസ് എടുത്തതിന് ശേഷം ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മുടെ മുട്ടയില്ലേ ഒരെണ്ണം പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കണേ. ഇത് ഓപ്ഷണലാണ്, വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി. എനിക്കിവിടെ ഈ ക്യാബേജിൻ്റെ ഫ്ലേവർ ഭയങ്കരമായിട്ട് ഇഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ട് അതിനെ ഒന്ന് മറിച്ച് പിടിക്കാനായിട്ട് നമ്മൾ മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. പലരും ഇത് ചെയ്യാറുണ്ട്, ഞാൻ മാത്രമല്ല. അപ്പോൾ എല്ലാം കൂടെ മിക്സ് ചെയ്ത് അടച്ച് വെച്ചൊരു 10 മിനിറ്റ് കുക്ക് ചെയ്യുമ്പോഴത്തേനും ക്യാബേജ് തോരൻ റെഡിയായി. പിന്നെ നമുക്ക് ഇനി ചോറും കുറച്ച് അച്ചാറും പിന്നെ നമ്മുടെ മീൻ കറിയും. ക്യാബേജ് തോരനാകുമ്പോൾ ലഞ്ച് ഓക്കെ ആയി. പക്ഷേ ഒരു പാത്രം കൂടി ബാക്കിയായിപ്പോയി. ഇനി അതിൽ കറിയാക്കാനൊന്നും വയ്യ, അതുകൊണ്ട് ഫ്രൂട്ട്സ് ഒന്നും കണ്ടില്ല. അതുകൊണ്ട് കുറച്ച് ഡേറ്റ്സും കുറച്ച് നട്ട്സൊക്കെ ഇട്ടിട്ട് അതങ്ങ് ഫില്ലാക്കി അടച്ച് പയ്യെ അങ്ങ് കൊടുത്തയച്ചു. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ റെസിപ്പിയോ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ. ബൈ. യെല്ലോ കളർ. Okay. And what is this? What is this, Aisha? Watermelon. This one? It's green watermelon. Green watermelon. Okay, very good. And what is this? It's horse color. Which color is this? It's